ഈ സോംബി മനുഷ്യരെ കടിക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിയാത്തതുകൊണ്ട് പച്ചക്കറി കഴിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ പറയുന്നത് ഒന്നും കേൾക്കില്ലെന്ന് പതുക്കെ മനസ്സിലാക്കിയ നാട്ടുകാർ കുട്ടികളോടൊപ്പം കളിക്കാൻ അവനെ ഗ്രാമത്തിലൂടെ സ്വതന്ത്രമായി നടക്കാൻ അനുവദിച്ചു. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായും നാളെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു ദിവസം ഒരു ദേഷ്യക്കാരൻ പട്ടി പിന്നാലെ പാഞ്ഞപ്പോൾ ജീവനും കൊണ്ടോടിയ സോംബി ഒരു പൊതു ശൗചാലയത്തിൽ ഒളിച്ചിരുന്നു. പുറത്തെ ബഹളം കേട്ട് രാഷ്ട്രീയവും പറഞ്ഞ് അടുത്തിരുന്ന കുറച്ച് മുതിർന്നവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുകയും ഉള്ളിൽ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ ഒരാൾ ചെല്ലുകയും ചെയ്തു. പക്ഷെ ഉള്ളിൽ സോംബിയെ കണ്ടതും പേടിച്ച് അയാൾ അവനെ തുരുതുരാ തല്ലാൻ തുടങ്ങിയതോടെ സോംബി അയാളെ കടിക്കുകയും ആ ഗ്യാപ്പിൽ ഓട്ടി രക്ഷപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം പാക്കോയുടെ ശരീരത്തിൽ വിചിത്രമായ മാറ്റങ്ങൾ വരികയും ശരീരം ചൂടായി ഉറക്കത്തിൽ പോലും വിയർപ്പൊഴുകാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ അയാൾ പണ്ടത്തേക്കാൾ ഉഷാറും ചെറുപ്പവുമായത് കണ്ട് കൂട്ടുകാർ ഞെട്ടി. രഹസ്യം പറഞ്ഞു തന്നാൽ ഒരു ഫ്രീ ഉംറ ടിക്കറ്റ് തരാമെന്ന് പകുമാൻഡോ പറഞ്ഞതും പാക്കോയുടെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു. മാറ്റങ്ങൾക്കെല്ലാം കാരണം സോംബിയുടെ കടിയാണെന്ന് മനസ്സിലാക്കിയ അയാൾ സോംബി ഒളിച്ചിരുന്ന വെയർഹൌസിൽ ചെന്ന് അതിനോടൊപ്പം ചേർന്ന് പണമുണ്ടാക്കാൻ കുടുംബത്തെയും കൂട്ടുപിടിച്ചു. പ്ലാൻ നടപ്പാക്കാൻ ആദ്യത്തെ വളണ്ടിയറായി പകുമാൻഡോ കൈ പൊത്തിലേക്കിട്ടെങ്കിലും സോംബിക്ക് അവനെ കടിക്കാൻ തോന്നിയില്ല. എന്നാൽ കൈയിൽ എരിവുള്ള മുളകുസോസ് തേച്ചതോടെ സോംബി ഉടൻ തന്നെ അവനെ കടിച്ചു. പകുമാൻഡോ തൊണ്ടപൊട്ടി നിലവിളിച്ചപ്പോൾ പേടിച്ച മറ്റുള്ളവർ കഷ്ടപ്പെട്ട് അയാളുടെ കൈ വലിച്ച് പുറത്തെടുത്ത് ഓട്ടി രക്ഷപ്പെട്ടു. പക്ഷെ പിറ്റേന്ന് രാവിലെ കടി ഫലിച്ചെന്ന് മനസ്സിലാക്കിയ ഗ്രാമത്തിലെ പ്രായമായവരെല്ലാം പണക്കവറുകളുമായി പാക്കോയുടെ വീട്ടിലെത്തി. പിന്നീട് ആർക്കും പേടിയുണ്ടായിരുന്നില്ല. ആ ഒരു പ്രത്യേക കടിക്കായി എല്ലാവരും നല്ല പണം നൽകാൻ തയ്യാറായതോടെ അങ്ങനെ ആ സോംബി കാരണം പാക്കോയുടെ പാരമ്പര്യ ചികിത്സാ കേന്ദ്രം നാട്ടിൻപുറത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമായി മാറി.